ഹലോ സുഹൃത്തുക്കളെ, ആരെങ്കിലും നമ്മുടെ അടുത്ത് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്തോ ഫോട്ടോ എടുത്തോ അയക്കാൻ പറഞ്ഞാൽ പലരും ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അയക്കുമ്പോൾ ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല. വാട്സപ്പിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡോക്യുമെന്റ് നല്ല വൃത്തിയിൽ സ്കാൻ ചെയ്ത് അയക്കാനുള്ള ഒരു ഓപ്ഷനാണ് ജസ്റ്റ് കാണിച്ചു തരുന്നത്. നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അവരെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു പിന്ന് പോലത്തെ ഓപ്ഷൻ വരും, അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ്, ക്യാമറ, ഗാലറി ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഈ ഡോക്യുമെന്റ് എന്നുള്ളത് നിങ്ങളെ ഫോണിൽ എവിടെയാണോ കിടക്കുന്നത് ആ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ 3 ഓപ്ഷൻസാണ് മുകളിൽ വരുന്നത്. ബ്രൗസ് ഡോക്യുമെന്റ്, ചൂസ് ഫ്രം ഗാലറി, സ്കാൻ ഡോക്യുമെന്റ്. ഈ സ്കാൻ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡോക്യുമെന്റ് ആണോ സ്കാൻ ചെയ്യേണ്ടത് അതിന് നേരെ ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആ ഡോക്യുമെന്റ് ക്രോപ്പ് ആയിട്ട് സ്കാൻ ആയി വരുന്നത് കാണാം. ഓട്ടോമാറ്റിക് സ്കാനായി ക്രോപ്പായി വന്നു കഴിഞ്ഞു. ഇനി അതിലേക്ക് അടുത്ത പേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ താഴെ കാണുന്ന ഈ പ്ലസ് എന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജും അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് അടുത്ത പേജും ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ സ്കാൻ ആയിട്ട് വരും. നമ്മൾ ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നല്ല കുറച്ച് വെട്ടമുള്ള ഏരിയയിൽ ഈ ഡോക്യുമെന്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക് ക്രോപ്പ് ആയി വരുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവും. അതുപോലെ അടുത്ത പേജ് വീണ്ടും പ്ലസ് കൊടുത്തിട്ട് നമ്മൾ അടുത്ത പേജും ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ അത് ക്രോപ്പ് ആയിട്ട് വരും. ഇനി നമ്മൾ ഡോക്യുമെന്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് ക്രോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ താഴെ റൈറ്റ് സൈഡിലെ നെക്സ്റ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഒരു PDF ഡോക്യുമെന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് PDF ആയിട്ടാണ് സെൻഡ് ആവുന്നത്. നല്ല ക്ലിയർ ഉള്ള PDF ആയിട്ട് തന്നെ നമുക്ക് ഇത് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഡോക്യുമെന്റ് ഒക്കെ അയക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിക്കുക.